എല്ലാവർക്കും നമസ്കാരം. സി ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് 3-ാം ഘട്ടത്തിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നമ്മൾ എഴുതി മാറിയ പരീക്ഷകളുടെ ഒരു ഏകദേശ മാർക്ക് കണക്ക് കൂട്ടി നമ്മൾ മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കണോ വേണ്ടയോ എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആശങ്കയോട് കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ആശങ്ക പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം കൂടിയാണ്. അതൊരു പൊതുവായ ഒരു സംശയമായതുകൊണ്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കാം എന്ന് വിശ്വസിക്കുകയാണ്. മക്കളെ, നമ്മൾ ആദ്യഘട്ട പ്രിലിംസിന്റെ പരീക്ഷകൾ എഴുതി മാറി. താരതമ്യേന പൊതുവെ ഉള്ള ഒരു അഭിപ്രായം അനുസരിച്ച് 2-ാം ഘട്ടത്തിലെ പരീക്ഷ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ നിലവാരം ഉയർന്നതായിട്ട് പൊതുവെ പരീക്ഷ എഴുതി മാറിയ ആൾക്കാരിൽ നിന്നും അത്തരത്തിലൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ഇനി 3-ാം ഘട്ട പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തില് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കിടയിൽ ചെറിയൊരു ആശങ്കയുണ്ട്. അത് പരീക്ഷ കഴിയുമ്പോൾ മാത്രമേ ഈ 3 ഘട്ട പരീക്ഷകളുടെയും ചോദ്യപേപ്പർ നിരത്തി വെച്ചിട്ട് PSC ബോർഡ് യോഗം കൂടിയിട്ട് എങ്ങനെയാണ് നോർമലൈസേഷൻ അവർ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തില് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഒരു വ്യക്തത വരുത്തുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നിലവിൽ നമുക്ക് ഒരിക്കലും ഇന്നതായിരിക്കും കട്ട് ഓഫ് എന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ 10ഓളം തസ്തികകൾക്ക് വേണ്ടിയുള്ള പൊതു പ്രാഥമിക പരീക്ഷയാണ് എഴുതി മാറിയത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, തുടർന്ന് വരുന്ന കോർപ്പറേഷൻ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SI ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, അതേപോലെ നാഷണൽ സേവിങ്സിലേക്കുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ SIയുടെ മറ്റൊരു വേർഷൻ, അതായത് 2ാമത്തെ ഭാഗമുണ്ട്. അങ്ങനെ 10ഓളം തസ്തികകൾക്ക് വേണ്ടിയുള്ള പൊതു പ്രാഥമിക പരീക്ഷയാണ് എഴുതി മാറിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോന്നിന്റെയും കട്ട് ഓഫ് ഓരോ രീതിയിലായിരിക്കും. ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റില് ഏകദേശം 2500 മുതൽ 3000 പേർക്ക് വരെ നിയമനം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഒരു തസ്തികയിലെ കട്ട് ഓഫ് കുറച്ചിട്ടുകൊണ്ട് പരമാവധി ഉദ്യോഗാർത്ഥികളെ മെയിൻസ് പരീക്ഷയ്ക്ക് വിളിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ഏകദേശം നമ്മൾ ഒരു 1000ഓളം അഡ്വൈസുകൾ പ്രതീക്ഷിക്കുന്നു. കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അതായത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന KSRTC, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിവിധ കോർപ്പറേഷനുകളിലേക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 2 നിയമനത്തിലെ ഏകദേശം ഒരു 1000ഓളം നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട പരീക്ഷകൾ എഴുതി മാറിയ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ഏറ്റവും കൂടുതൽ തസ്തികകൾക്ക് വേണ്ടിയുള്ള പരീക്ഷ നടന്നത് ഈ വർഷം തന്നെയാണ്. ഇനി ഇതുപോലെ ഒരു പരീക്ഷ നടക്കണമെങ്കിൽ, അല്ല ഇതേപോലെ ഇത്രയും പേർക്ക് നിയമനം കിട്ടണമെങ്കിൽ ഇനിയും നമ്മൾ 4 വർഷം കാത്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യത. അപ്പൊ ഈ ഒരു പരീക്ഷയില് നമ്മൾ എന്തായാലും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ട് പ്രിലിംസിന്റെ പരീക്ഷ എഴുതി മാറി. മെയിൻസിന്റെ പരീക്ഷയിലേക്ക് സിലബസിൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങളുണ്ട്. അവിടെ ഈ പറയുന്നത് പോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചേരുമ്പോൾ 50 മാർക്ക് വരുത്തില്ല. അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് സിലബസ് വന്നെങ്കിൽ മാത്രമേ വ്യക്തതയോട് കൂടിയിട്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ സിലബസ് വരണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ ഡേറ്റ് PSC പറയണം. അപ്പൊ നമ്മള് എന്തായാലും ജൂൺ മാസത്തോടുകൂടി പരീക്ഷ കഴിഞ്ഞാൽ ജൂലൈ പകുതിയോടുകൂടി ഇതിന്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ജൂലൈ അവസാനം ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി ഇതിന്റെയൊക്കെ മെയിൻസ് പരീക്ഷകൾ നടക്കും എന്നുള്ള കാര്യത്തിലെ ആർക്കും തർക്കമില്ല, ഗ്യാപ്പില്ല. നമുക്ക് ഏറിപ്പോയാൽ ഒരു 20 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും ഇതിന്റെ ഒരു വാല്യുവേഷന് വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് ആ സിലബസ് വന്നതിന് ശേഷം മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതൊരു മണ്ടൻ തീരുമാനമായിട്ട് മാറും. കാരണം ഇന്നതാണ്, സമയമില്ല. പിന്നെ നമുക്കൊരു 6 മാസം സമയം കിട്ടിയായിരുന്നുവെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്നും കൂടെ പൊടി തട്ടി വളരെ ഭംഗിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മടിച്ചിരിക്കാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് നോക്കിയിട്ട് 2ലും കൂടെ കോമൺ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓരോ ഭാഗങ്ങളിലെയും
സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾക്ക് പിന്നീട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തത ഉണ്ടായിട്ട് പഠിക്കാവുന്ന. എന്നിരുന്നാലും മാർക്കിന്റെ വേരിയേഷന് വരുന്ന മാറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും മടിച്ചിരിക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ ഓരോ ദിവസങ്ങള് കളയുന്തോറും അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ആശങ്കയുണ്ടെങ്കിലും ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക. കാരണം ഇനി നിങ്ങൾ ഒരു 2-3 മാസം മാത്രം പണിയെടുത്തു കഴിഞ്ഞാൽ ജോലി എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുകൊണ്ട് മടിച്ചിരിക്കരുത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള CC-യിലെ അധ്യാപകരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഭവ പരിചയം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഒരുപാട് പേരുടെ ആശങ്കയായിരുന്നു. അത് നിങ്ങൾ ഇനിയും മടിച്ചിരിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളെ അല്പം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച് ആവേശത്തോടു കൂടി മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് മെയിൻസ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ബാച്ചുകൾ കൂടി നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ പരമാവധി ഉദ്യോഗാർത്ഥികളെ ഈ പറഞ്ഞ റാങ്ക് പട്ടികയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്തരം ബാച്ചുകൾ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളിലെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ ഡയറക്ഷൻ സ്മൂത്ത് ആയിട്ട് പോകുന്ന രീതിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2027 റാങ്ക് പട്ടിക നിലവിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് നിങ്ങൾ എഴുതി മാറിയ പരീക്ഷകളിലെ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.